ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായണത്തിൽ മംഗളാചരണം, അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ദേവതാവന്ദനങ്ങളും പ്രാർത്ഥനകളും ഗുരുവന്ദനങ്ങളുമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ അധ്യാത്മരാമായണ കർത്താവായ വ്യാസഭഗവാനെ വന്ദിച്ചു. തുടർന്ന് മൂല രാമായണ കർത്താവായ വാൽമീകി മഹർഷിയെ വന്ദിക്കുകയാണ്. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കാൽ, മറ വേദം, നാൻമറ 4 വേദം. വേദം ഏകസ്വരൂപമാണ് എങ്കിൽ തന്നെയും ലക്ഷണഭേദം കൊണ്ട് അവ പിരിക്കപ്പെട്ടു. അങ്ങനെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും എന്ന് 4 വിഭാഗങ്ങളിലാണ് വേദം നിലകൊള്ളുന്നത്. സനാതന ധർമ്മമൂലം. അങ്ങനെയുള്ള 4 വേദങ്ങളെയും നേരെ വ്യാഖ്യാനിക്കുന്നതായ, വിസ്തരിക്കുന്നതായ, ലളിതമായി വേദത്തിൻ്റെ താൽപ്പര്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതായ രാമായണം, അതാണ് നാൻമറനേരായ രാമായണം. അങ്ങനെയുള്ള രാമായണത്തെ ചമച്ചതുകൊണ്ട് നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തിയ, നാൻമുഖനുള്ളിൽ ബ്രഹ്മാവിനുള്ളിൽ വളരെ വലിയ ബഹുമാനത്തെ ഉണ്ടാക്കി തീർത്ത വാൽമീകി മഹർഷി എങ്ങനെയുള്ള കവിശ്രേഷ്ഠനാകിയ മഹാമുനി, കവിശ്രേഷ്ഠനായ, ആദികാവ്യം രചിച്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആദ്യത്തെ ശ്ലോകം രചിച്ച. അതിനു മുമ്പ് മന്ത്രങ്ങളുണ്ട്, പക്ഷേ ലൗകികമായി വൃത്തനിബദ്ധമായി ആദിമ ശ്ലോകം വാൽമീകീയത്തിലെ ശ്ലോകമാണ്. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അങ്ങനെയുള്ള ആദി ശ്ലോകം, ആദി കാവ്യം രചിച്ച മഹാമുനി രാമായണ രചന കൊണ്ട് തന്നെ ബ്രഹ്മാവിനുള്ളിൽ വലിയ സന്തോഷത്തെ ഉണ്ടാക്കി തീർത്ത, അങ്ങനെ അത്യന്തമായ സന്തോഷം ബ്രഹ്മാവിന് തോന്നിയതുകൊണ്ടാണ് ബ്രഹ്മാവ് വാൽമീകിയോട് രാമായണം മുഴുവൻ വിസ്തൃതമായി എഴുതാൻ ആവശ്യപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഭൂമിയിൽ സമുദ്രങ്ങളും പർവ്വതങ്ങളുമുള്ള കാലത്തോളം രാമായണം പ്രചരിക്കുമെന്ന് അനുഗ്രഹിച്ചതും ബ്രഹ്മാവാണ്. യാവസ്ഥാസ്യന്തി ഗിരയ സമുദ്രാശ്ച മഹീതലേ താവത് രാമായണ ഗാഥേയം ലോകേഷു പ്രചരിഷ്യതി എന്നാണ്
ബ്രഹ്മാവ് അനുഗ്രഹിച്ചത്. അപ്പം അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ, നാൻമുഖനുള്ളിൽ വളരെ ബഹുമാനത്തെ ഉണ്ടാക്കി തീർത്ത വാൽമീകിയാകുന്ന കവിശ്രേഷ്ഠനെ, അങ്ങനെയുള്ള മഹാമുനിയെ ഇതാ എപ്പോഴും വന്ദിക്കുകയാണ്. ഞാൻ എപ്പോഴും വന്ദിക്കുന്നു. എന്തിനാണ് വന്ദിക്കുന്നത്? എപ്പോഴും മമ വരം തരിക, എനിക്ക് വരത്തെ തരണം, ശ്രേഷ്ഠമായതിനെ തരണം. വരം വരിക്കപ്പെടുന്നത്, വരം ശ്രേഷ്ഠം. അപ്പോൾ തനിക്ക് ശ്രേഷ്ഠമായതിനെ തരണം. ആദികവിയെ ആദരിച്ചുകൊണ്ട്, ആദികവിയെ നമിച്ചുകൊണ്ട്, ആദികവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കവിതാരചന ആരംഭിക്കുകയാണ്. ഇപ്പോൾ സർവ്വ കവികൾക്കും മൂലമായ അനുഗ്രഹസ്ഥാനം അതാണ് വാൽമീകിയുടെ സ്ഥാനം. അത് കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു. എനിക്കെപ്പോഴും വരം തരേണമേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. സദാകാലവും എപ്പോഴും രാമനാമത്തെ ജപിച്ച് കഴിയുന്ന മഹേശ്വരൻ. എങ്ങനെയുള്ള മഹേശ്വരൻ? കാമനാശനൻ, കാമദേവനെ നശിപ്പിച്ചവനായ, കാമദേവനെ ഭസ്മീകരിച്ചവനായ മഹേശ്വരൻ. അവിടെ കാമനാശനൻ എന്ന് പറഞ്ഞ ഉടനെ പറയുകയാണ് ഉമാവല്ലഭൻ. ഉമയുടെ, പാർവതീദേവിയുടെ വല്ലഭൻ, ലോകൈക സുന്ദരിയായ പാർവതീദേവി. ആ പാർവതീദേവിയുടെ തപോനിഷ്ഠയെ കാണിക്കുന്ന പേരാണ് ഉമ എന്ന പേര്. പുത്രിയായതുകൊണ്ട് പാർവതി. അതേസമയത്ത് ഘോരമായ തപസ്സിന് പുറപ്പെട്ട് ഗൃഹത്യാഗം ചെയ്ത് ഏകാകിനിയായി യാത്ര ചെയ്യുന്ന മകളെ അമ്മ തിരിച്ചു വിളിച്ചു, പോവരുതേ പോവരുതേ എന്ന്. അങ്ങനെ ഉമാ ഉമാ എന്ന് ഉമാനാമം പ്രസിദ്ധമായി. അപ്പോൾ പാർവതിയുടെ ഉമാനാമം തപസ്സിനെ, ശ്രേഷ്ഠമായ തപസ്സിനെ കാണിക്കുന്നതാണ്. ആ തപസ് കൊണ്ടാണ് കാമനാശനനാണെങ്കിലും മഹേശ്വരൻ ഉമയെ വരിച്ചത്. തപസ്സിൻ്റെ മഹിമ കൊണ്ടാണ് ഉമയെ ശിവൻ വരിച്ചത്. അത് സൂചിപ്പിക്കുകയാണ് ഉമാനാഥനായ. അപ്പോൾ കാമനാശനനുമാണ്, ഉമാനാഥനുമാണ്. അങ്ങനെയുള്ള മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. ശ്രീ മഹാദേവൻ അവൻ പരമേശ്വരനാണ്, സർവേശ്വരനാണ്, സകല ഈശ്വരന്മാർക്കും ഈശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാൻ പരമശിവൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. എൻ്റെ മനസ്സിൽ നിരന്തരം താമസിക്കാൻ ഞാനിതാ നമസ്കരിക്കുകയാണ്. ആ ഭഗവാൻ പരമശിവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. നാരദ പ്രമുഖന്മാരാകിയ മുനികളും, ദേവർഷിയായ നാരദൻ തുടങ്ങിയ എല്ലാ മഹർഷി വര്യന്മാരും വാരിജ ശരാരാതി പ്രാണനാഥയും, വാരിജം താമര, വാരിജമാകുന്ന ശരത്തോടൊത്തവൻ വാരിജശരൻ. വാരിജശരൻ കാമദേവൻ, കാമദേവൻ്റെ ആരാധി ശത്രു ശിവൻ, ആ ശിവൻ്റെ പ്രാണനാഥ പാർവതി. അപ്പോൾ വാരിജ ശരാരാതി പ്രാണനാഥ എന്ന് പറഞ്ഞാൽ പാർവതീദേവി, പാർവതീദേവിയും വാരിജമകളായ ദേവിയും താമരയിൽ ജനിച്ചവളായ ലക്ഷ്മി ദേവിയും തുണയ്ക്കേണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരുടെയും
ദേവർഷിയായ നാരദൻ്റെയും മറ്റു മഹർഷിമാരുടെയും എല്ലാം അനുഗ്രഹം ഈ രാമായണ രചനയിൽ എനിക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ശിഷ്ടാചാര ലക്ഷണമായ മംഗളാചരണം. ആ മംഗളാചരണത്തോട് ചേർത്ത് സകല ദേവഗണങ്ങളെയും ഋഷിഗണങ്ങളെയും ഗുരുനാഥന്മാരെയും വന്ദിച്ച് പ്രാർത്ഥിച്ച് ഒരു സമ്പ്രദായത്തെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടാണ് ഇവിടെ രാമായണ രചന ആരംഭിക്കുന്നത്. നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം. ഓ